പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഓരോ ദൈവമക്കളെയും അറിയിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് അസാധാരണമായ ധൈര്യമാണ്. ദൈവവചനം പറയുന്നത് അവനിലോട്ട് നോക്കുന്നവർ പ്രകാശിതരായിത്തീരും. ആരുടെയും മുഖം, ദാറ്റ് ഇൻക്ലൂഡ്സ് മീ, അല്ലെ? നമ്മളെയാണ് അതിൻ്റെ ഐ റെപ്രസെന്റ് ഇറ്റ്, അല്ലെ? ആരുടെയും മുഖം ലജ്ജിക്കാൻ അവൻ സമ്മതിക്കത്തില്ല. ഇന്ന് പ്രഭാതത്തിൽ കടന്നു പോകുന്ന എന്ത് വെല്ലുവിളിയാണെങ്കിലും എന്ത് പ്രതിസന്ധിയാണെങ്കിലും ആ പ്രതിസന്ധിക്കകത്ത് നിങ്ങൾ ആരും ഒറ്റയ്ക്കല്ല. ദ ലോർഡ് ഈസ് വിത്ത് യു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ട് എന്ന് പറഞ്ഞ ആ കർത്താവ് കൂടെയുണ്ട്. ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. എന്റെ കർത്താവിനാ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും അവന് നൽകപ്പെട്ടിരിക്കുന്നു. ആ അധികാരമാണ് എനിക്കും നിങ്ങൾക്കും തന്നത്. ആൻഡ് വി ആർ നോട്ട് എലോൺ. നമ്മൾ ആരും ഒറ്റയ്ക്കല്ല. ഗോഡ് ഈസ് വിത്ത് us. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അവനിൽ ആശ്രയിക്കുന്നവർ, അവനിലോട്ട് നോക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ച് പോകത്തില്ല. ഈ പ്രഭാതത്തിൽ ആ ധൈര്യത്തോടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കർത്താവ് നമുക്ക് ദാനമായി തന്നു. ഇന്ന് ഒരാഴ്ചയുടെ അവസാനത്തിലേക്കും കൂടെ നമ്മൾ വന്നുകൊണ്ടിരിക്കുക. കർത്താവ് എത്ര അത്ഭുതകരമായി നമ്മളെ നടത്തിയ വഴികൾക്കായിട്ട് സ്തോത്രം ചെയ്യുക. പല പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും അവിടെയെല്ലാം കർത്താവ് താങ്ങിയില്ലേ? കർത്താവ് കൂടെ ഇരുന്നില്ലേ? അത്ഭുതകരമായി വഴി നടത്തിയില്ലേ? നമ്മൾ ആ പ്രതികൂലത്തെ നോക്കി അയ്യോ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ കഴിയുമ്പോൾ ഓരോ കാര്യങ്ങൾ അങ്ങനെ പറയാതെ അതിൽ ആ നന്മ കണ്ട് കർത്താവ് ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ എന്നൊന്ന് പറയുവാൻ തക്കവണ്ണം, ആ കർത്താവിന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു ഹൃദയം നമുക്കുണ്ടായിരിക്കണം. നന്ദിയുള്ള ഒരു നന്മ കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു നന്മ നമ്മൾ പറയണം. നമുക്ക് 10 വിഷയം കാണും, ചിലപ്പോൾ 100 വിഷയം കാണും, തരണം ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളും. പക്ഷെ ഒരു നന്മ കർത്താവ് തന്നെങ്കിൽ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് തന്നെ ഒരു അത്ഭുതമല്ലേ? ചിലരൊക്കെ പറയുന്നത് എന്തിനാ എന്നെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്, അല്ലെ? അങ്ങനെ ചോദിക്കുന്നതല്ലേ, എന്തിനാ എന്നെ വെച്ചിരിക്കുന്നത്? എന്നെ ഈ ഭൂമിയിൽ കർത്താവ് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോഡ് ഹാസ് പ്ലാൻസ്. കർത്താവിന് എന്തോ പ്രത്യേകമായിട്ട് എന്നിലൂടെ ഈ ഭൂമിയിൽ ചെയ്യാനുണ്ട്. അതിനുവേണ്ടിയാ കർത്താവ് എന്നെ വെച്ചിരിക്കുന്നത്. സോ ഒന്നിനും വെറി അടിക്കരുത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുതെന്ന് വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ നമ്മുടെ എല്ലാ ചിന്താകുലവും ആ കർത്താവിന്റെ കയ്യിൽ കൊടുത്ത് നമ്മുടെ പ്രശ്നങ്ങളും ഭാരം കർത്താവിന്റെ കയ്യിൽ കൊടുത്തിട്ട് നമ്മുടെ തലയിൽ ഒരു ഭാരം ഇരിക്കുവാണെങ്കിൽ അത് ആ താഴോട്ടൊന്ന് ഇറക്കി വെച്ചിട്ട് പിന്നെ ഇല്ലേ നമ്മൾ അതെടുത്ത് ചുമ്മിക്കൊണ്ടിരിക്കുന്ന പോലെ ഇരിക്കണ്ട. ആ ഭാരം താത്തു വെച്ച് ഫ്രീ ആയിട്ടിരിക്കുന്നത് പോലെ കർത്താവിന്റെ കയ്യിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഫ്ലൈറ്റ് കയറിയിട്ട് ബാഗ് തല വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അത് വെക്കേണ്ടടുത്ത് വെച്ചിട്ട് നമുക്ക് താഴെ ഇരുന്നാൽ മതി, അല്ലെ? അതിനൊരു സ്ഥലമുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഭാരം കൊടുക്കാൻ ഒരാളുണ്ട്. ആ കർത്താവിന്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് ഫ്രീ ആയിട്ടൊന്ന് ഇരിക്കുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും അത്ഭുതമാകുന്നേ. ജോലി ഇല്ലാത്തവർക്കൊക്കെ കർത്താവ് ജോലി കൊടുക്കാൻ പോവുക, അത്ഭുത വഴികൾ തുറക്കാൻ പോവുക. നിങ്ങൾ ചിന്തിച്ചിട്ടും നനച്ചിട്ടും ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്റെ കർത്താവ് നടത്തും. അത്ഭുതകരമായിട്ട് അതിശയകരമായിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി തരാൻ കർത്താവ് ശക്തന്. ഈ ലോകത്തെ ജയിച്ച കർത്താവാണ്. ആ ജയാളിയായ കർത്താവിന്റെ കൂടെയാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ലജ്ജിച്ച് പോകത്തില്ല. തല താണ് പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. കർത്താവ് കൂടെയുണ്ട്. കർത്താവ് പറഞ്ഞ് ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കൈവിട്ടിട്ട് പോകത്തില്ല. എത്ര ഉറപ്പും ധൈര്യവും ആ കർത്താവിന്റെ കൂടെ ഞാനും നിങ്ങൾ നടക്കുമ്പോൾ വി ലാക്ക് നത്തിങ്. എനിക്ക് ഒരാളുണ്ട് ഏത് സമയത്തും എന്നെ കൈവിടാത്ത, എന്നെ ഉപേക്ഷിക്കാത്ത, എന്നെ ചേർത്ത് പിടിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി ജീവൻ നൽകിയ ആ നല്ലൊരു കർത്താവ്. നോക്ക്, റോമൻസ് 8:32 പറയുന്ന പോലെ സ്വന്തം പുത്രനെ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദാനമായി തന്നിട്ട് അവനോട് കൂടെ സകലതും സൗജന്യമായിട്ട് നൽകാതിരിക്കുമോ? ആ യേശുവിനെ തന്നെങ്കിൽ വി ലാക്ക് നത്തിങ്. ഞാനൊരു കാര്യം പറയാം. ദൈവവചനം പറയുന്നത് നമ്മുടെ ജീവനും
ഭക്തിക്കും വേണ്ട. അപ്പൊ ഈ ലോകത്ത് നമുക്ക് ജീവിക്കണേ ഒത്തിരി കാര്യങ്ങൾ വേണം, അല്ലെ? നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ ഒത്തിരി ഫെസിലിറ്റി വേണം, ഒത്തിരി സാമ്പത്തിക ആവശ്യമുണ്ട്, ആരോഗ്യം വേണം, അല്ലെ? നമ്മുടെ ജീവനും ഭക്തിക്കും നമ്മുടെ സ്പിരിച്വൽ ലൈഫിന് അത് വേണ്ട സകലതും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് സകലതും ഉണ്ട്. ഇന്ന് രാവിലെ ഒരു ബ്രദർ എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചായിരുന്നു, ബ്രദർ എപ്പോഴും ഈ പൈസയുടെ കാര്യം പറയുമല്ലോ, പൈസ ഇല്ലാതെ നമുക്ക് വി കനോട്ട് സർവൈവ്, അല്ലെ? നോക്ക്, ഈ പൈസയുടെ കാര്യങ്ങൾ പലപ്പോഴും ഈ പറയുന്ന വ്യക്തികൾ, ഞാൻ ആരെയും വിധിക്കാൻ എനിക്ക് താല്പര്യമില്ല. പ്ലീസ്, ഹാവ് യു ബീൻ ത്രൂ ഫിനാൻഷ്യൽ ഡിഫിക്കൽറ്റി? സാമ്പത്തികമായ വെല്ലുവിളികളിലൂടെ കടന്നു പോകാറുണ്ടോ? തങ്കുബ്രദർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനും അത് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. സാമ്പത്തികമായ വെല്ലുവിളി എന്ന് പറയുന്നത് രോഗത്തെക്കാൾ ഭീകരമാണ്. അതിലൂടെ ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ മാത്രമേ അതിന്റെ വേദന അറിയത്തുള്ളൂ. ഞങ്ങൾ അതിലൂടെ കടന്നു പോയിട്ടുണ്ട്, വെല്ലുവിളികളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പലപ്പോഴും ഈ ഒരു വചനം എടുത്താൽ, ഇന്ന് ഞാനൊരു മെസ്സേജ് എനിക്ക് വന്നതുകൊണ്ടാണ് ഞാൻ അതിന് മറുപടി പറയുന്നത്. നോക്ക്, പലപ്പോഴും ഒരു വചനം എടുത്താൽ ഈ ദൈവത്തെയും മാമോനെയും, മത്തായി സുവിശേഷം ഒന്നെടുക്കുക ആവശ്യമില്ല, 6-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം, ഈ ഒരു വിഷയത്തിൽ തന്നെ മുമ്പോട്ടങ്ങ് പോവാം. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം, രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കാൻ കഴിയത്തില്ല. നോക്ക്, ഈ വാസ്തവത്തിൽ ഇത് പറഞ്ഞ ഈ പൈസയുടെ കാര്യം പലപ്പോഴും പറയുന്നത്, എനിക്ക് ആ ബ്രദർ ഈ മെസ്സേജ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഐ ട്രസ്റ്റ് ഇൻ ഗോഡ്, ഐ ഡോണ്ട് ട്രസ്റ്റ് ഇൻ വെൽത്ത്. അതാണ് അതിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന അവിടെയാണ്. ഐ ട്രസ്റ്റ് ഇൻ ഗോഡ്, ഐ ഡോണ്ട് ട്രസ്റ്റ് ഇൻ വെൽത്ത്. വെൽത്ത് എന്ന് പറയുന്ന കാര്യം ഏത് സമയത്തും വരാം, ഏത് സമയത്തും അത് പോകാം, അത് നഷ്ടപ്പെടാം. ഒരു മാർക്കറ്റ് കണ്ടീഷൻ മതി. ഇന്ന് നോക്ക്, മിഡിൽ ഈസ്റ്റ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ബിസിനസ് ചെയ്യുന്ന പല ആൾക്കാരുണ്ടല്ലേ, അവർക്കൊക്കെ പലപ്പോഴും അവർ ആരും പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന നിപ്പിൽ ഒരു പ്രതിസന്ധിയാണ് സാമ്പത്തികമായ ഫിനാൻഷ്യൽ ഡിഫിക്കൽറ്റി, ബിസിനസ് കൊളാപ്സ് ഒക്കെ വരുത്തുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത. ഈ നമ്മൾ നോക്ക്, ഈ റിങ്ങിൽ ചാടുന്നവരെ കണ്ടിട്ടില്ലേ, സർക്കസിൽ ഇങ്ങനെ റിങ്ങിൽ എന്നാ പറയുന്നത്, അക്രോബാറ്റിക്സ് നടത്തുന്ന റിങ്ങിൽ ചാടുന്നവർ, അത് അടിയിൽ ഒരു വലയുണ്ട്. അപ്പൊ വലയിടാതെ ചാടുന്നവരാ ബിസിനസ്സുകാർ. ഒരു കാറ്റടിച്ചാൽ, ഒരു മാർക്കറ്റ് കണ്ടീഷൻ വന്നാൽ, ഒരു വാർ ഉണ്ടായാൽ, ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഒന്ന് ഇടിഞ്ഞാൽ, നോക്ക്, നിൽക്കുന്ന നിപ്പിൽ ഒത്തിരി കൊളാപ്സ് ആകുന്ന. പക്ഷെ ട്രസ്റ്റിംഗ് ഇൻ ഗോഡ്, whosoever trusts in him, whosoever believes in him. നോക്ക്, ആ കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. ആര് ആ കർത്താവിൽ പൈസയിലല്ല ആശ്രയിക്കുന്നത്, ധനത്തിൽ ആശ്രയിക്കുന്നവരുടെ കാര്യം, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല എന്ന് യേശു പറഞ്ഞ ഒരു വാക്കുണ്ടല്ലേ. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ലെന്നല്ല, ധനത്തിൽ ആശ്രയിക്കുന്നവർ. നോക്ക്, ആശ്രയം ആരായിരിക്കണം? ആശ്രയം യേശു ആയിരിക്കണം. യേശു തന്നെ ഈ ഭൂമിയിലായിരുന്നപ്പം കർത്താവ് പത്രോസിനോട് പറയല്ലേ, നീ പോയി ചൂണ്ടയിട്ട് ആദ്യം കിട്ടുന്ന മീനിന്റെ വായിൽ ഒരു ചതുരദ്രഹ്മ പണം വെച്ചിട്ടുണ്ട്, അതെടുത്ത് എന്റെയും നിന്റെയും കൂടെ ടാക്സ് കൊടുക്ക്. കർത്താവിന് വേണേ പറയാറുന്നല്ലോ, ടാക്സ് ഒന്നും നമ്മൾ പൈസയുടെ കാര്യമൊന്നും. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞേ? നമുക്ക് അന്നത്തെ നിയമത്തെയും അന്നത്തെ സാഹചര്യങ്ങളെയും എല്ലാം കർത്താവ് അനുസരിച്ചു, അല്ലേ? നോക്ക്, ദേവാലയത്തിൽ പോയി ഒരു സഹോദരി ഒരു നാണയത്തൊട്ടിട്ട ഇവളെ ഏറ്റവും അധികം കൊടുത്ത്, അതും കർത്താവ് അവിടെ എത്തി നോക്കി. ആരെങ്കിലും സ്വത്രാഴ്ച ഇടുന്ന ആരെങ്കിലും എത്തി നോക്കുമോ? പക്ഷെ അവിടെയും കർത്താവ് എത്തി നോക്കിയിട്ട് പറഞ്ഞു, ഇവളെ ഏറ്റവും അധികം, അവൾക്കുള്ളത് മുഴുവൻ അവൾക്ക്. ഇവിടെ ഒരു വചനം, ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം നമ്മൾ വായിച്ചത്, അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറയാ, പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവനാധാരമായിരിക്കുന്നത്. നോക്ക്, ഒരുത്തന് സമൃദ്ധിയുണ്ട്. നോക്ക്, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ട്രസ്റ്റ് ഇൻ ഗോഡ് മോർ ദൻ വെൽത്ത്. ഈ വെൽത്ത് എപ്പോഴും ചിലപ്പോൾ പോകാം, വെൽത്ത് എപ്പോഴും ചിലപ്പോൾ നഷ്ടപ്പെടാം. പക്ഷെ എന്റെ ആശ്രയം, എന്റെ ട്രസ്റ്റ്, അല്ലെങ്കിൽ മണി ഇസ് ജസ്റ്റ് എ ടൂൾ, അല്ലെ? നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. നമ്മുടെ ഇന്ത്യ വരുമ്പം റുപ്പി, അമേരിക്ക ചെല്ലുമ്പോൾ ഡോളറാണ്, പല രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ കറൻസി വ്യത്യാസമാണ്. ഇത് മണി ഇസ് ജസ്റ്റ് എ ടൂൾ, ബട്ട് വാട്ട് എവർ കൺട്രോൾസ് യുവർ ഹാർട്ട് becomes your master.
നോക്ക്, മണി നമ്മുടെ മാസ്റ്റർ ആകരുത്. ഇറ്റ്സ് ജസ്റ്റ് എ ടൂൾ, ഇറ്റ്സ് നോട്ട് ദ മാസ്റ്റർ. പക്ഷെ എന്നെ കൺട്രോൾ ചെയ്യുന്ന കാര്യം ആയിരിക്കും എന്റെ മാസ്റ്റർ. അതാണ് അതിന്റെ അർത്ഥം. പ്രൈസ്, ദൈവത്തെയും മാമോനെയും സേവിക്കത്തില്ലെന്ന് പറഞ്ഞാൽ പ്രൈസ്, മാമോനാണോ എന്നെ കൺട്രോൾ ചെയ്യുന്നത്? ഈസ് മണി കൺട്രോളിങ് മീ ഓർ ഗോഡ് കൺട്രോളിങ് മീ? അതെ, ദ്രവ്യാഗ്രഹം വിട്ടൊഴിയ. അന്നാ നമ്മുടെ ആവശ്യത്തിനെല്ലാം വേണ്ടേ? ആവശ്യത്തിനെല്ലാം വേണം. കർത്താവ് പറഞ്ഞ എന്നെ ചോദിക്കാനാ പറഞ്ഞത്. ആസ്ക് ആൻഡ് യു ഷാൽ റിസീവ്. കർത്താവിനെ അറിയുന്നതിന് മുമ്പ് ഇതിനോടെല്ലാം ഭയങ്കര ആന്തരം, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇതായി. പക്ഷെ ഇന്നിപ്പോ കർത്താവിൽ ആശ്രയിച്ച, കർത്താവിനോട് നമ്മുടെ വിഷയങ്ങളെല്ലാം പറയാം അല്ലെ. അപ്പൊ പത്രോസിന്റെ പടക് ശൂന്യമായിരുന്നപ്പോ നിറച്ച് മറ്റുള്ളവർക്കും കൂടെ വിളിച്ചു കൊടുക്കുന്ന പോലത്തെ നിറച്ചു കൊടുത്തു. അന്ന് പത്രോസിന് ആവശ്യം ആ മീനായിരുന്നു അല്ലെ. മീനൊന്നും കിട്ടിയില്ലെന്നാണ്. മീനൊന്നും അല്ല കാര്യം, ദൈവരാജ്യമാണെന്ന് കർത്താവ് പറഞ്ഞില്ല. പക്ഷെ മീൻ പിടിച്ചു കൊടുത്തിട്ടാ കർത്താവ് ദൈവരാജ്യത്തിന്റെ കാര്യം പറഞ്ഞു. മീൻ പിടിച്ച് നിറച്ച് അതെല്ലാം വിട്ടിട്ട് നീ മതിയെന്ന് എന്ന് പറഞ്ഞ് മീൻ കൊണ്ടുപോയില്ലെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മീൻ കൊണ്ടുപോയി വിറ്റ് കാണുമായിരിക്കാം. മീൻ കൊണ്ടുപോയി വിൽക്കുവോ, മീൻ കൊണ്ടുപോയി ആർക്കെങ്കിലും കൊടുക്കുവോ? കർത്താവ് എന്നാ പറഞ്ഞേ? കർത്താവിന്റെ കാലിലോട്ട് വീണു. അത് കണ്ടപ്പം എന്ത് ചെയ്യുക? ആ നന്മ കണ്ടപ്പം, ആ സമൃദ്ധി, നിങ്ങളുടെ നന്മ ജീവിതത്തിൽ കാണുമ്പോൾ, സമൃദ്ധി കാണുമ്പോൾ, ആ സമൃദ്ധി അല്ല പിടിക്കണ്ടേ, കർത്താവിനെ അങ്ങ് മുറുകെ പിടിച്ചേക്കണം. പത്രോസ് ആ കാലിലോട്ട് വീണു. കാലിലോട്ട് വീണിട്ട് പത്രോസ് പറഞ്ഞത്, ഞാൻ കുറവുള്ള മനുഷ്യന്, എന്നെ വിട്ടുപോകണം. എന്റെ കർത്താവ് പറഞ്ഞത്, ഇല്ല, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനായി, മീൻ പിടിക്കാനല്ല ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. ഐ ഹാവ് ചൂസൺ യു. നോക്ക്, എന്നിട്ട് കർത്താവ് കൂടെ നടക്കുന്നു, എംപവർ ചെയ്യുന്നു, അവരെ അയക്കുന്നു, പിന്നെ വിട്ടിട്ട് പോകുന്നു. പക്ഷെ അപ്പോഴും പുറകെ വരുന്നു, പിന്നെ മീൻ പിടിച്ചു അല്ലെ, പിന്നെ മീൻ പിടിച്ചു കൊടുക്കുന്നു. നോക്ക്, കർത്താവിനറിയാം. ആ മോമെന്റിൽ കർത്താവ് പത്രോസിന്റെ പടകിലോട്ട് കേറിയ ആ മോമെന്റിൽ, ശൂന്യമായ പടകിലാ കേറിയ ആ മോമെന്റിൽ കർത്താവിനറിയാം, ഈ വ്യക്തിയെ കൊണ്ടായിരിക്കും ഞാൻ പെന്തക്കോസ്ത് നാളിൽ പ്രസംഗിക്കുന്നത്. ഈ വ്യക്തിയാണ് 3000 പേരെ രക്ഷയിലോട്ട് നടത്താൻ, ഈ വ്യക്തിയാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. നോക്ക്, കർത്താവിനറിയാം. ഗോഡ് പ്ലാൻസ് എവരിത്തിങ് ഇൻ എ ഗ്രേറ്റ് വേ. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരോട് പറയാം, പ്ലീസ് കാസ്റ്റ് ഓൾ യുവർ ബർഡൻസ് അപ്പോൺ മീ, എക്സ്ചേഞ്ച് ഓൾ യുവർ ഫിയേഴ്സ്. നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും, ഗോഡ് ഈസ് റണ്ണിങ് ആൻ എക്സ്ചേഞ്ച് ഓഫർ. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞായിരുന്നു, ഗോഡ് ഈസ് റണ്ണിങ് ആൻ എക്സ്ചേഞ്ച് ഓൾ യുവർ ഫിയേഴ്സ്. നോക്ക, അത് ആ കർത്താവിന്റെ കയ്യിലോട്ട് വെച്ച് പ്രൈസ്, അത് ഫോർ ഹിസ് പീസ്. എക്സ്ചേഞ്ച് യുവർ ഫിയർ ഫോർ ഹിസ് പീസ്. കർത്താവിന്റെ സമാധാനം വന്നിട്ട് എന്ത് ചെയ്തേ? റിസീവ് ചെയ്തേ. അതെവിടെയുണ്ട്? അത് കർത്താവിന്റെ രാജ്യത്തിൽ. ഒന്ന് വായിക്കാം ഷീന, ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 12-ാം അധ്യായം 31-ാമത്തെ വാക്യം. ഇന്ന് വാസ്തവത്തിൽ ഈ വാക്യം ഞാൻ ടൈമിൽ ഓൺ വിത്ത് ഗോഡ് ചെയ്തപ്പോഴാ ആ സഹോദരന്റെ ആ മെസ്സേജ് ഞാൻ വാസ്തവത്തിൽ കണ്ടത്. 31. അവന്റെ രാജ്യം അന്വേഷിപ്പീൻ, അതോടുകൂടെ നിങ്ങൾക്ക് ഇതും കിട്ടും. അവന്റെ രാജ്യം അന്വേഷിപ്പീൻ. നോക്ക്, ആസ്കിംഗ് ഫോർ, കർത്താവ് എന്നെ നിങ്ങളെയും ഇൻവൈറ്റ് ചെയ്യുന്നത്, ഗോഡ് ഈസ് ഇൻവൈറ്റിംഗ് ഇൻ ടു ഹിസ് കിങ്ഡം. അവന്റെ രാജ്യത്തിന്റെ അകത്തോട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അവന്റെ രാജ്യത്തിന്റെ പുറംവഴി നടക്കാനല്ല എന്നെ വിളിച്ചിരിക്കുന്നത്. കം ഇൻ ടു മൈ കിങ്ഡം. എന്റെ രാജ്യത്തിന്റെ അകത്ത് ഒത്തിരി നന്മകളുണ്ട്. അതല്ലേ യേശു പത്രോസിനോട് പറഞ്ഞത്, ദൈവരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരികയാണ്. ഐ എം ഗിവിംഗ് യു ദ കീസ് ഓഫ് ഹെവൻ. ദൈവരാജ്യത്തിന്റെ താക്കോൽ. ദൈവരാജ്യത്തിൽ ഒത്തിരി നന്മകളുണ്ട്. ആ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാതെ ഒരിക്കലും ആ നന്മകൾ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റത്തില്ല. ഇവിടെ പറയാൻ അവന്റെ രാജ്യം, സീക്ക് ഹിസ് കിങ്ഡം. കർത്താവ് നോക്കാം, മത്തായി സുവിശേഷം 6:33 പറയുന്നത് ഇതേ കാര്യമാണ് പറയുന്നത്. മുമ്പേ എന്റെ രാജ്യവും നീതി, ആദ്യം രാജ്യം, ബാക്കി എല്ലാം അതോടുകൂടെ ചേർക്കപ്പെടും. ദൈവമക്കളോട് പറയാം, യു വിൽ ലാക്ക് നത്തിങ് ഇൻ യുവർ ലൈഫ്. ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. ഡു നോട്ട് ഫിയർ. എഴുതി കർത്താവ് പറഞ്ഞത്, ഹൂസോവർ ബിലീവ്സ് ഇൻ മീ, അല്ലെ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും. വേറൊരിടത്ത് പറയാ, ഹൂസോവറും വാട്ട്സോവറും. വാട്ട്സോഎവർ യു ആസ്ക് ഇൻ മൈ നെയിം. എന്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നതൊക്കെയും ഏവനും, ആർക്കും കിട്ടും, ഒക്കെയും കിട്ടും, എല്ലാം കിട്ടും. എന്റെ കർത്താവിന് തരാൻ മേലാത്തതും എന്റെ കർത്താവിന് തുറക്കാൻ മേലാത്തതുമായ വഴികളും വാതിലുകളുമില്ല. ട്രേഡ് ഓൾ യുവർ ഫിയേഴ്സ്. ഇന്ന് പറയാം, ട്രേഡ് ഓൾ യുവർ ഫിയേഴ്സ്. നിങ്ങളുടെ എല്ലാ ഭയങ്ങളും, എല്ലാ ചിന്താകുലങ്ങളും, എല്ലാ ഭാരങ്ങളും എന്ത് ചെയ്യുക? അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തേ. ട്രേഡ് യുവർ ഫിയർ
ഫോർ ഹിസ് പീസ്. എന്റെ കർത്താവിന്റെ സമാധാനം തിരിച്ച് ഇങ്ങോട്ട് വാങ്ങിച്ച് ഇത് അവിടെ കൊണ്ടുപോയിക്കോട്. ഇത് ചുമന്നോണ്ട് നടന്നിട്ട് വല്ലോ കിട്ടാനുണ്ടോ ഈ ഭൂമിയിൽ? ഈ ഭാരവും എല്ലാം ചുമന്നോട് അയ്യോ എന്നായിത്തീരും എന്ന ആകുലതയും. അതാ മത്തായി സുവിശേഷം 6-ാം അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ എന്നിട്ട് അതിന്റെ 24 വായിച്ചേ. 2 യജമാനന്മാരെ സേവിക്കരുതെന്ന് 24 വായിച്ചു. അതിന്റെ 25 പറയുകയാണ്, അതുകൊണ്ട് എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്ന് ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ഡു നോട്ട് വെറി, വിചാരപ്പെടരുത്. ആഹാരത്തിനേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. എന്നിട്ട് പറയാണ്, നിങ്ങൾ കിളികളെ നോക്ക്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് ഏതാണ്ട് ഞങ്ങളോട് പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ ഞങ്ങൾ ഈ വാക്യം കഴിഞ്ഞ ദിവസം ഇതേ വാക്യം എനിക്കൊന്ന് ഇന്നലെയോ മിനിഞ്ഞാന്നോ, ആകാശത്തിലെ പറവുകളെ നോക്ക്. അവ വിതയ്ക്കുന്നില്ല, ഒരു കാക്ക പോലും വെറിയടിച്ചിരിക്കുന്നില്ല, ഒരു കാക്ക പോലും വിചാരപ്പെട്ടിരിക്കുന്നില്ല. എന്ത് തിന്നുമോ, നാളെ അതിന് ഇന്ന് ലഞ്ച് എവിടെയാണെന്ന് അറിയത്തില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ എന്ന് അറിയത്തില്ല, നോക്ക് ഡിന്നർ എവിടെ പോകുമെന്ന് അറിയത്തില്ല. പക്ഷെ അത് വിചാരപ്പെടുന്നില്ല. അതിനൊരു കാര്യം അറിയാം, പ്രൈസ് ലോർഡ്. എന്താ അതിനറിയാവുന്ന? അതിനുവേണ്ടി എവിടെയോ കരുതിയിട്ടുണ്ട്. ദൈവമക്കളെ, അങ്ങനെയാണെങ്കിൽ നോക്ക്, നിങ്ങൾ ഇവയൊക്കെ, ദൈവവചനം ചോദിക്കുകയാണ്, നിങ്ങൾ ഇവയേക്കാളൊക്കെ വിശേഷതയുള്ളവരല്ലേ? ആർ യു മോർ വാല്യുബിൾ? ഒറ്റ കാര്യമേ ഉള്ളൂ, കം ഇൻ ടു ഹിസ് കിങ്ഡം. അവന്റെ രാജ്യത്തിലേക്ക്. കർത്താവ് അവന്റെ രാജ്യത്തിലോട്ടാണ് എന്നെ വിളിച്ചത്. അവിടെ ദൈവവചനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവന്റെ രാജ്യം അന്വേഷിപ്പിൻ. ഞാൻ ഈ ആവശ്യം വരുമ്പം ഓടി വരുന്നവരെ കണ്ടിട്ടുണ്ട്. ഈ ആവശ്യം വരുമ്പം നോക്ക്, അയ്യോ ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. വി ആർ ഹിയർ ടു പ്രേ ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി ഏത് സമയത്തും ഏത് കാര്യത്തിനും പ്രാർത്ഥിക്കാൻ വി ആർ റെഡി. പക്ഷെ കർത്താവ് പറയുന്നത്, എന്റെ രാജ്യം, കം ഇൻ ടു മൈ കിങ്ഡം. ഒരാവശ്യത്തിന് വേണ്ടിയല്ല. ഒരിക്കൽ ഒരു സംഭവം ഞാൻ പറയാം. ഒരു ഷിന ഓർക്കുമായിരിക്കും, ഈ കുറെ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ, മേ ബി 10, 15, 20 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം. കർത്താവ് ഇന്ന് രാവിലെ ഓർമ്മ, നമ്മുടെ വണ്ടിക്കെല്ലാം സ്പെയർ ടയർ ഉണ്ട് അല്ലേ? നമ്മുടെ വണ്ടിക്കെല്ലാം സ്പെയർ ടയർ ഉണ്ട്. നമ്മുടെ വണ്ടിയുടെ ടയർ ഒന്ന് ഫ്ലാറ്റ് ആയാൽ പ്രൈസ് നമുക്ക് ഫ്ലാറ്റായി, നമുക്ക് പുറകിൽ സ്റ്റെപ്പിനി ഉണ്ട്, സ്പെയർ ടയർ നമുക്കുണ്ട്. നമ്മൾ പുറകിൽ ഡിക്കി തുറന്ന് സ്പെയർ ടയർ എടുക്കും. ഇതുപോലെ ഞങ്ങൾക്ക് ഒരിക്കൽ പ്രാവശ്യം വണ്ടി ഫ്ലാറ്റായി. എവിടെയോ ഞങ്ങൾ പോയപ്പോഴേ, എവിടെയാണെന്നൊന്നും ഓർക്കുന്നില്ല, ഫ്ലാറ്റായി. ഉടനെ സ്പെയർ ടയർ പോയി എടുത്തു, ഇതെല്ലാം ഊരി എല്ലാം സ്പെയർ ടയർ എല്ലാം വെച്ച് നട്ടെല്ലാം മുറുക്കി എല്ലാം ടൈറ്റ് ചെയ്തിട്ട് നോക്കി ജാക്കി താത്തു കഴിഞ്ഞു. ഡിം, ഓർക്കുന്നോ? അതിന് കാറ്റില്ല, അതിനൊരു കാറ്റില്ല, അതിനെന്ത് ചെയ്തില്ല, ചെക്ക് ചെയ്തില്ല, അതിന് കാറ്റ് അടിച്ചില്ല. വർഷങ്ങളായിട്ട് ഇവിടെ ഇരിക്കുക, അതിന്റെ ഡിക്കിക്കകത്തിരിക്കുക, അതിന്റെ കാറ്റ് എയർ കംപ്ലീറ്റ് അത് ലോസ്റ്റായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇടയ്ക്ക് ആ സ്പെയർ ടയറും കൂടി ഇടയ്ക്ക് ഒന്ന് എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. എന്ന് പറഞ്ഞതുപോലെ ദൈവമക്കളെ, നമ്മൾ വീണ്ടും നമ്മളെ ആ ദൈവരാജ്യത്തിൽ ജീവിക്കാതെ ദൈവരാജ്യത്തിന്റെ നന്മ അനുഭവിക്കാൻ പറ്റത്തില്ല. പ്ലീസ്, ഒരു കണ്ടിജൻസി വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രതികൂലത്തിന്റെ കാറ്റ് അടിക്കുമ്പോൾ, ഇഫ് വി ആർ ഇൻ ദ കിങ്ഡം, മുമ്പേ എന്റെ രാജ്യവും നീതിയും അത് അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഓൾ ദീസ് തിങ്സ് എല്ലാം, എവറിത്തിങ് വാട്ട് യു നീഡ് വിൽ ഫോളോ യു. അതല്ലേ ദൈവവചനം പറഞ്ഞ്, അവന്റെ രാജ്യം അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതും കിട്ടും. ഏത് കിട്ടും? ഇതും കിട്ടും. അതിന്റെ തൊട്ട് മുമ്പിലത്തെ വാക്യം വായിച്ചാൽ ലൂക്കോസ് 12 വായിക്കുന്നത്. ലൂക്കോസ് 12:29 ഇതേ കാര്യം പറഞ്ഞ്, എന്ത് തിന്നും, എന്ത് കുടിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത്. ഈ വാക്യമൊക്കെ ലോകജാതികൾ അന്വേഷിക്കുന്നു, നിങ്ങളുടെ പിതാവോ. ഈ ജാതികൾ എന്ന് പറയുമ്പോ ഈ വേറെ ഒന്നും ചിന്തിക്കരുത്. ദോസ് ഹു ഡോണ്ട് നോ ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ അറിയാത്തവർ, അത്ര ജെന്റൈൽസ്, ക്രിസ്തുവിനെ അറിയാൻ മേലാത്തവർ, അത്രേ ഉള്ളൂ. ഇതൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു, നിങ്ങളുടെ പിതാവോ. ഇവ നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നു, അവന്റെ രാജ്യം. എന്റെ പിതാവ് നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നു, അവന്റെ രാജ്യം. ലെറ്റ് us be in his kingdom. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. അതാ ഞാൻ പറഞ്ഞേ, എക്സ്ചേഞ്ച് ഓൾ യുവർ ഫിയേഴ്സ്, അങ്ങോട്ട് കൊടുത്തേ, ട്രേഡ് യുവർ ഫിയേഴ്സ് ഫോർ ഹിസ് പീസ്.
ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ആ ഭാരമൊക്കെ ചുമ്മിക്കൊണ്ട് നടക്കാതെ അത് കർത്താവ് ദൈവരാജ്യത്തിൽ ലെറ്റ് us be constantly there. ഒരാവശ്യം വരുമ്പോൾ ഓടി വരുന്നത് എന്ന് പറഞ്ഞ് അന്നേരം ആ ഫ്ലാറ്റ് ടയറിന്റെ കാര്യം ഓർത്തോണം. ആ സ്റ്റെപ്പിനെ എടുത്തിട്ടപ്പം ഷൂ അതിനകത്ത് ഒന്നുമില്ല, അതിനകത്ത് കാറ്റ് ഇല്ല. പ്രീസ് ഒരാവശ്യത്തിന് നമ്മൾ ഓടി ചെല്ലുന്നതല്ല, ആവശ്യത്തിന് ഓടി വരാം, ഏതാവശ്യത്തിന് നമുക്ക് ഓടി വരാം. പക്ഷെ ബി ദർ, ആ കർത്താവിന്റെ രാജ്യത്തിൽ തന്നെ ഒന്ന് നിലനിന്നേ. അങ്ങനെ നിലനിൽക്കുന്നവർക്ക് യു വിൽ ലാക്ക് നത്തിങ്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട. ആ ആകാശത്തിലെ പറവകളെ പോലെ കർത്താവ് അവിടെ ആ കിളികളെ കാണിക്കുന്നത്. അത് നോക്കിക്കുക, അത് ഇറ്റ് ഡസൻ വെറി, അതിന് ഭാരമില്ല, അത് പറന്ന് നടക്കും, അതിനറിയാം എവിടെയോ അതിനുവേണ്ടി കരുതിയിട്ടുണ്ട്. അത് ഞാൻ അറിയുന്നു, നോട്ട് മോർ വാല്യുബിൾ ദാൻ ദീസ് എന്ന കർത്താവ്. ഇതിനേക്കാൾ നിങ്ങൾക്ക് വിശേഷതയുള്ളവരല്ലേ? പ്രൈസ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ പ്രൈസ് ഒന്നിനെ കുറിച്ചും എന്ത് ചെയ്യരുത്, നിങ്ങൾ ഭാരപ്പെടരുത്. പ്ലീസ്. നിങ്ങൾക്ക് പൈസ ആവശ്യമാണെന്ന് കർത്താവിന് അറിയാം, നിങ്ങൾക്ക് ആരോഗ്യം ആവശ്യമാണെന്ന് അറിയാം, നിങ്ങൾക്ക് വീട് ആവശ്യമാണെന്ന് കർത്താവിന് അറിയാം. പ്ലീസ്. എല്ലാത്തിലും ഉപരി ദൈവരാജ്യത്തിൽ വസിക്കുന്ന ഒരാളോട് ഞാൻ പറയാം, പ്ലീസ്, യു ഡോണ്ട് ഹാവ് ടു വെറി അബൌട്ട് എനിത്തിങ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും നിങ്ങൾ ഭാരപ്പെടേണ്ട. ഓൾറെഡി അവന്റെ കൂടെ സ്വർഗീയ തലങ്ങളിലായിരിക്കുന്നു. some people are worried about eternity. നോക്ക, whosoever believes in me, ആ കർത്താവിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവനാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന those who rest in him. ഒരു ഞായറാഴ്ച ഡോണ്ട് ബി എ സൺഡേ ക്രിസ്ത്യൻ കേട്ടോ. ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനി ആകരുത്, ഒരു സൺഡേ വർഷിപ്പർ ആകരുത്. പ്ലീസ്. 24/7 ഐ വർഷിപ്പ് ദ കിങ് ഓഫ് കിങ്സ്. ഞാൻ രാജാതിരാജനെ അതെന്റെ ജീവിതം കൊണ്ട്, എന്റെ ജോലി സ്ഥലത്തും ഞാൻ ചെയ്യുന്ന ഓരോന്നിലും ദൈവമഹത്വം എടുക്കും. അവിടെ ദൈവത്തെ ഞാൻ എന്റെ ജീവിതം കൊണ്ട് പ്രൈസ് ദൈവത്തിന്റെ സാക്ഷിയാണ്. എന്റെ മൈ ലൈഫ് ഈസ് എ ടെസ്റ്റിമണി. ഓരോ ദിവസവും ആൾക്കാർ പറയണം, ദിസ് മാൻ ഇസ് ഡിഫറെന്റ്, ദിസ് പേഴ്സൺ ഇസ് ഡിഫറെന്റ്, ദിസ് സിസ്റ്റർ, ദിസ് ബ്രദർ ഇസ് ഡിഫറെന്റ്. എന്തോ പ്രത്യേകത ഇവരിലുണ്ട്. നിങ്ങളോട് ചിലരൊക്കെ പറയാറില്ലേ, നിങ്ങളോട് സംസാരിക്കുമ്പം നോക്ക് എന്തെന്നില്ലാത്തൊരു സമാധാനമാണ്, ഒരാശ്വാസമാണ്. നിങ്ങളോട് സംസാരിക്കുമ്പം ഒരു അസാധാരണമായ ഒരു ബലം വരികയാണ്. ചിലരൊക്കെ അങ്ങനെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? യു ആർ ഡിഫറെന്റ്. നിങ്ങളുടെ ഉള്ളിൽ ദൈവരാജ്യം ഇരിക്കുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ ദൈവരാജ്യത്തിന്റെ നന്മകൾ ഇരിക്കുകയാണ്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സമാധാനമാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോകുന്നു അത് തന്നെയായിരിക്കും. മറ്റുള്ളവർക്ക് കിട്ടുന്നു അത്. നിങ്ങൾ ഭയങ്കര കാറ്റടിക്കുന്നത് പോലെ ഭയങ്കര വിഷയമായിട്ട് നടന്ന ചുറ്റുപാടുമുള്ളവരെ കൂടെ ചിലരെ കണ്ടിട്ടില്ലേ? അവരൊരു വിഷയം ഉണ്ടെങ്കിൽ ചുറ്റുപാടുമുള്ളവരെ കൂടെ വെപ്രാളപ്പെടുത്തും അല്ലെ? ചുറ്റുപാട് ബഹളം വെച്ച് അയ്യോ എന്നെ അങ്ങനെ ബഹളം വെക്കുന്ന ഒത്തിരി പേരുണ്ട്. ഞാൻ ക്ഷീണാച്ചിരിക്കും, കാരണം അങ്ങനെയൊക്കെ വിളിക്കുന്ന ഒത്തിരി പേര്. ചുമ്മാ എന്ത് കാര്യത്തിലും ഞങ്ങൾ പറയും കാസ്റ്റ് ഇറ്റ് ഓൺ ജീസസ്. അത് കർത്താവിന്റെ കൈ കൊടുത്തിട്ട് നമ്മളങ്ങ് ഫ്രീ ആകുക. എന്തിനാ വൈ ക്യാരി ഓൾ ദീസ് ബേർഡൻസ്? എന്തിനാ ചുമക്കുന്നത്? ചുമട്ടുകൂലിയൊന്നും ഇതിനില്ല. പ്ലീസ് ലെറ്റ് us be in the kingdom. ആ ദൈവരാജ്യത്തിൽ നിൽക്കുകയാണെങ്കിൽ ഇതൊക്കെയും കിട്ടുമെന്നാണ്. ഏതൊക്കെയും എല്ലാം ഈ നോക്ക്, അവിടെ പറയാ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് ചിന്തിച്ച് ചഞ്ചലപ്പെടരുത്. അനേകർക്ക് ചഞ്ചലതയാണ്. ഇന്നത്തെ കാര്യം എന്താണ്? ഇന്നത്തെ കാര്യം അത്ഭുതമായിട്ട് നടക്കാം. ഞാൻ ആരോടോ ഒരു ദൂത് പറയുന്ന പോലെ നടക്കാം. ഇന്ന് നീ കടന്നു പോകുന്ന വിഷയത്തിൽ ദൈവത്തിന്റെ അത്ഭുത കരമിറങ്ങും, അവിടെ മഹത്വം ഇറങ്ങും, അവിടെ കർത്താവ് ഇറങ്ങി വരും, അവിടെ ദൂതന്മാരെ അയക്കും, അവിടെ ആ മെഡിക്കൽ റിപ്പോർട്ട് നിനക്ക് അനുകൂലമായി മാറാൻ തുടങ്ങും. ആ സാമ്പത്തിക ആവശ്യത്തിന്റെ മേൽ സ്വർഗം തുറക്കും. പ്ലീസ് നമുക്ക് നോക്ക്, ഞാൻ ആശ്രയിക്കുന്ന സമ്പത്തിലാണ്, ഞാൻ ആശ്രയിക്കുന്ന ദൈവത്തിലാണ്. അതുകൊണ്ട് ഓൾ ദീസ് ഫോളോസ് മീ. എല്ലാം എന്റെ പിന്നെ നന്മയും കരുണയും എന്റെ ആയുഷ്കാലം മുഴുവൻ അതെന്നെ പിന്തുടർന്ന് നടക്കുക. ഐ എം നോട്ട് ഫോളോയിങ് ഇറ്റ്, ഇറ്റ് ഫോളോസ് മീ. സോ ഡു നോട്ട് വെറി. എല്ലാ വെറി ഇത് നമുക്ക് ട്രേഡ് ചെയ്യാം അല്ലെ? നമ്മുടെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോട്ട് പോയാൽ അവിടെ ട്രേഡിംഗ് ആണ് നടക്കുന്നത്. ട്രേഡ് ചെയ്യാം, ട്രേഡ് ഓൾ യുവർ വെറീസ്. എന്തിനു വേണ്ടിയാ? ആൻഡ് വിത്ത് പീസ്. ദൈവത്തിന്റെ സമാധാനം അതെല്ലാം അങ്ങോട്ട് അങ്ങിട്ടിട്ട് ദൈവത്തിന്റെ സമാധാനം എടുത്ത് ദൈവരാജ്യത്തിൽ അങ്ങ് സന്തോഷമായിട്ട് ജീവിക്കാം. ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും എന്റെ കർത്താവ് അനുഗ്രഹിച്ച്, ഞാൻ പറയും, മാനിച്ചിരിക്കും കർത്താവ്. നിങ്ങളെ വിടാതെ, നിങ്ങളെ അനുഗ്രഹിക്കാതെ. കുറെ കൂടെ സാമ്പത്തിക ബ്രദർ പറഞ്ഞു മാമോന, ഞാൻ ദൈവവചനമാ മാമോന ആശ്രയിക്കുന്നവർക്കാണ്. ഞാൻ അതിലല്ല ആശ്രയിക്കുന്നത്, ഞാൻ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്.
ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഞാൻ പൈസയിലല്ല ആശ്രയിക്കുന്നത്. പൈസ ഇറ്റ് ഫോളോസ് മീ. അതിനെക്കുറിച്ച് നമ്മൾ ഈ വേണ്ട എന്ന് പറയുന്നത് നോ, നമുക്ക് ആവശ്യമല്ലേ? ഓരോ കാര്യത്തിനും ആവശ്യം. തെറ്റാണ്. ഞാൻ ഇനി ആശ്രയിക്കത്തില്ല. കർത്താവ് അതാ പഠിപ്പിച്ച് ശിഷ്യന്മാരോട് പറയുക, സമ്പത്തിൽ ആശ്രയിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നു. സമ്പത്ത് ഉപയോഗിച്ചു, യൂസ് ഇറ്റ്. ഇറ്റ്സ് എ ടൂൾ. യൂസ് യുവർ മണി. ഇറ്റ്സ് എ ടൂൾ. അതൊരു എക്സ്ചേഞ്ചാണ്. പണ്ടൊക്കെ ബാർട്ടർ സിസ്റ്റം ആയിരുന്നു, അല്ലെ? ചേന കൊടുത്ത് കാച്ചിൽ വാങ്ങിക്കുക, കപ്പ കൊടുത്ത്, അങ്ങനെയായിരുന്നു പണ്ട്, അല്ലെ? ബാർട്ടർ സിസ്റ്റമാണ്. ഇന്ന് അങ്ങനെയല്ല. ദിസ് ഇസ് ജസ്റ്റ് എ ടൂൾ. എന്റെ ആശ്രയം, എനിക്കൊരു കർത്താവുണ്ട്. എന്റെ ഏറ്റവും വലിയ ധൈര്യം, എനിക്കൊരു കർത്താവുണ്ട്. എനിക്ക് ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. ഹി വിൽ ഫിൽ മീ. പിന്നെയും ഞാൻ എംറ്റി ആവുമ്പോൾ പിന്നെ അവൻ നിറയ്ക്കും, പിന്നെ നന്മ കൊണ്ട് കർത്താവ് നിറയും, പിന്നെ സമാധാനം തരും, പിന്നെ സന്തോഷം തരും, പിന്നെ സമൃദ്ധി തരും, പിന്നെ തലമുറകളുടെ നന്മയുണ്ടാകും. നോക്ക്, ഒന്നിനും കുറവ് വരത്തില്ല. സോ വി ആർ ഗോയിങ് ടു പ്രേ. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. സോ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അവന്റെ രാജ്യം അന്വേഷിക്കുക. രാജ്യത്തിന്റെ ചുറ്റും നടന്നിട്ട് ഒരു കാര്യവുമില്ല. പള്ളിയുടെ ചുറ്റും നടന്നിട്ട് ഒരു കാര്യമില്ല. ഞായറാഴ്ച വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. 24/7, 24 മണിക്കൂർ. ലെറ്റ് us be in the kingdom. അത് നമ്മൾ നമ്മുടെ രാജ്യത്ത് ജീവിക്കുമ്പോൾ, ഇപ്പം UK നമുക്ക് അവിടെ ഒരു PR ഉണ്ടെങ്കിൽ, ഒരു പെർമനന്റ് വിസ ഉണ്ടെങ്കിൽ, വി ഹാവ് ടു ലീവ് ദ ഫോർ എ സർട്ടൻ ടൈം. എന്നാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ, അല്ലേ? നമുക്ക് അവിടെ ഒരു സർട്ടൻ ടൈം, നമ്മൾ 6 മാസത്തിൽ കൂടുതൽ നമുക്ക് വെളിയിൽ ജീവിക്കാൻ പറ്റത്തില്ല. 6 മാസം ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? യു ഹാവ് ടു എൻജോയ് യുവർ കൺട്രി, അല്ലെ? ഈ ലോകത്തിലൊരു രാജ്യം, ദൈവരാജ്യത്തിന് അങ്ങനെയല്ല. 6 മാസം 3 മാസം ഒന്നും പറയും. ഓൾവേസ് വി ആർ ഇൻ ദ കിങ്ഡം. വി ലീവ് ഇൻ ദ. ഞാൻ ജീവിക്കുന്ന സ്ഥലം അതാണ്. ഞാൻ ദൈവരാജ്യത്തിലായിരിക്കുന്നത്. അവനോട് കൂടെ സ്വർഗീയ തലങ്ങളിൽ, കർത്താവ് എന്നെ ഈ ഭൂമി ഞാൻ ജീവനോടെ ഇരിക്കുമ്പോഴും അവനോട് കൂടെ സ്വർഗീയ തലങ്ങളിൽ ഇരുത്തിയിരിക്കുക. എന്തിനാ? സ്വർഗത്തിലെ നന്മകൾ അനുഭവിക്കണേ അവിടെ ഇരുന്നാലേ പറ്റുള്ളൂ. ഒരു രാജ്യത്തിന്റെ നന്മ അനുഭവിക്കണമെങ്കിൽ അവിടെ ജീവിച്ചാലല്ലേ പറ്റത്തുള്ളൂ. അവിടുത്തെ ബെനിഫിറ്റ്, അമേരിക്കയിൽ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ അമേരിക്കയിൽ ജീവിക്കുന്ന ഒരാൾക്ക്, അവിടുത്തെ സിറ്റിസൺ ആയിരിക്കുന്ന ഒരാൾക്ക് കിട്ടത്തുള്ളല്ലേ? ഞാൻ ഐ എം ദ സിറ്റിസൺ ഓഫ് ഹെവൻ. ഞാൻ ദൈവരാജ്യത്തിന്റെ സിറ്റിസണാണ്. ഞാൻ സ്വർഗത്തിന്റെ പൗരനാണ്. ഞാൻ ഇളകാത്ത പൗരത്വം പ്രാപിച്ചവനാണ്. സോ ഐ ഹാവ്. അവിടെ തന്നെ ഇരുന്നു, ഒന്നിനും കുറവില്ല. ദൈവം എല്ലാ സമൃദ്ധി കൊണ്ടും നിങ്ങളെ അനുഗ്രഹിക്കും. സമൃദ്ധി എന്ന് പറയുന്ന വാക്ക് പലപ്പോഴും ഭൗതികം മാത്രമല്ല, ഇറ്റ് ഈസ് ഓൾസോ സ്പിരിച്വൽ. ജീവജലത്തിന്റെ നദികൾ ഒഴുകും നിങ്ങളുടെ ഉള്ളിൽ. യുവർ സ്പിരിറ്റ്. ഈ ആദ്യം നിറയ്ക്കുന്നത് സ്പിരിറ്റ് മാനാണ്. സ്പിരിറ്റിലാണ് നിറയ്ക്കുന്നത്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ആദ്യം നിങ്ങളെ അകത്ത് സ്പിരിറ്റ് മാനാണ് നിറയുന്നത്. ആ സ്പിരിറ്റ് മാൻ എന്ന് പറയാം. സ്പിരിറ്റ് മാൻ അങ്ങോട്ട് വലുതായാൽ മതി. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അല്ല വലുതാകേണ്ടത്. സ്പിരിറ്റ് മാൻ വലുതാകുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ബിക്കംസ് ബിഗർ ആൻഡ് ബിഗർ. എല്ലാ നല്ല കാര്യത്തിനും കൊടുക്കാൻ പോലും ഉള്ള സമൃദ്ധി നിങ്ങളുടെ കയ്യിൽ കാണും. ഒന്നിനും നിങ്ങളുടെ കയ്യിൽ കുറവ് വരത്തില്ല. യു വിൽ ലാക്ക് നത്തിങ് ഇൻ യുവർ ലൈഫ്. ഒന്നും കുറയത്തില്ല നിങ്ങളുടെ കയ്യിൽ. ജസ്റ്റ് ബിലീവ്. മുമ്പേ രാജ്യവും നീതിയും അന്വേഷിച്ചു, ബാക്കി സകലതും അതിനോട് കൂടെ ചേർക്കപ്പെടും. അവന്റെ രാജ്യം അന്വേഷിച്ചാൽ മതി. എവരിതിങ് will be added on. So let's pray. യേശുവേ സ്തോത്രം കർത്താവേ. ഇന്ന് കേട്ട വചനത്തിന്റെ മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ, ആ കർത്താവിൽ ആശ്രയിച്ച് വിചാരപ്പെടാതെ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾ ഓരോരുത്തർക്കും തരണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിന്റെ കരം ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. കർത്താവെ, ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ കരം തൊടണമേ. എല്ലാ രോഗബന്ധനങ്ങളും അഴിയട്ട് കർത്താവെ. ഹല്ലേലൂയ. സാമ്പത്തികമായി ഹല്ലേലൂയ എല്ലാ മേഖലകളിലും അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ആരോഗ്യത്തിൽ ഒരു അനുഗ്രഹവും വിടുതലും കർത്താവ് കൊടുക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കണമേ. രോഗികൾ ഇന്ന് സൗഖ്യമാട്ടെ. തലവേദനയാൽ ഭാരപ്പെടുന്ന ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ തന്നെ തൊടുക. ദിവസങ്ങളായി തലവേദനയായിട്ട് ഉറങ്ങാൻ പോലും മേലാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന ചില സഹോദരിമാരെ എന്റെ കർത്താവ് ഇപ്പോൾ തന്നെ തൊട്ട് സൗഖ്യമാക്കുക. കർത്താവിന്റെ വിടുതലിന്റെ കരം ആ മകളുടെ മേൽ, ആ മക്കളുടെ മേൽ എന്റെ കർത്താവ് വെക്കുക. ഇപ്പോൾ തന്നെ തലവേദന യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. എന്റെ കർത്താവിന്റെ സാന്നിധ്യം മക്കളുടെ മേൽ ഇറങ്ങിയിരിക്കാൻ സ്തോത്രം.
സ്തോത്രം. ഹല്ലേലൂയ. കണ്ണ് തുറക്കാൻ പോലും മേലാത്ത തലവേദനയാൽ ഭാരപ്പെടുന്നവർ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാവുവാൻ കൽപ്പിക്കുന്ന കർത്താവേ. കാലിന്റെ മുട്ടിന്റെ വേദനകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഹാർട്ട് പ്രോബ്ലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ BP ഹല്ലേലൂയ അത് സ്റ്റഡിയായിട്ട് നിൽക്കാതെ കൂടിയും കുറഞ്ഞ് എപ്പോഴും ആ BP മൂലം ഭാരപ്പെടുന്നവർ ചിലപ്പം കുറയും പെട്ടെന്ന്, ചിലപ്പം ഭയങ്കരമായിട്ട് കൂടും. അങ്ങനെയുള്ള വ്യക്തികളെ കർത്താവ് ഇന്ന് തൊടുക. എല്ലാ രോഗബന്ധനങ്ങളും അഴിയട്ടെ. ഇപ്പോൾ തന്നെ കർത്താവിന്റെ മഹത്വം ഇറങ്ങട്ടെ. ഹല്ലേലൂയ. രോഗികൾ സൗഖ്യമാകട്ടെ. അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവിക സമാധാനത്താൽ ഓരോരുത്തരും നിറയട്ടെ. സമ്പത്തിനെ അനുഗ്രഹിക്കുന്ന കർത്താവേ. സാമ്പത്തികമായി കടഭാരത്തിൽ ഇരിക്കുന്നവരെ എന്റെ കർത്താവിന്റെ കരം തൊടണമേ. അവർക്ക് വലിയ സമാധാനം കൊടുക്കണമേ. വഴികൾ തുറക്കണമേ. വാതിലുകൾ തുറക്കണമേ കർത്താവേ. കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഇന്ന് എക്സാം ആയിരിക്കുന്നവരുണ്ട്. അവരെല്ലാം ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബുദ്ധിമണ്ഡലത്തെ തുറക്കണമേ. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം അവര് കണ്ടത്, കേട്ടത്, വായിച്ചത്, ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ആൻസർ അവരുടെ മുമ്പിൽ തെളിഞ്ഞു വരട്ടെ കർത്താവെ. അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, നന്മയും കരുണയും യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവകാലം മുഴുവൻ അവരുടെ ഉള്ളിൽ നിന്ന് ഒഴുകട്ടെ. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തുവിന്റെ എല്ലാ നിറവിനോടും ഈ മക്കൾ നിറയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിലും ശക്തിയിലും കർത്താവ് നിറയ്ക്കണമേ. ആരോഗ്യത്തെ കർത്താവ് തൊടണമേ. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ ആരോഗ്യമുള്ള, പൂർണ്ണ ബലമുള്ള വ്യക്തികളായി തീരട്ടെ. യൗവനം കഴുകനെ പോലെ പുതുക്കി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ പുതുബലം സന്ധികളിലും പേശികളിലും യേശുവിന്റെ നാമത്തിൽ പുതുബലം വരട്ടെ. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ രോഗബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിയാൻ കൽപ്പിക്കുകയാണ്. പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. പൂർണ്ണ വിടുതൽ ഉണ്ടാകട്ടെ. അതുപോലെ ഭൗതികമായ നന്മകൾ യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ വി ആർ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഞങ്ങൾ ആ കിങ്ഡം സമൃദ്ധി, ആ ദൈവരാജ്യത്തിന്റെ സമൃദ്ധി ഞങ്ങൾ അനുഭവിക്കും. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭൗതികമായ നന്മകൾ ഉണ്ടാകട്ടെ. ഭവനങ്ങൾ വരട്ടെ. ജോലികൾ ലഭിക്കട്ടെ. പ്രൊമോഷൻസ് ലഭിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കർഷകർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. യേശുവെ, ഇന്നലെ ഒരു വ്യക്തിയായിട്ട് സംസാരിക്കായിരുന്നു. അവരുടെ കൃഷികൾക്ക് പലപ്പോഴും എടുക്കാൻ ആളില്ല. അത് കൊടുത്തിട്ടാണെങ്കിലും പൈസ കിട്ടുന്നില്ല. യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള ഈ ബന്ധനങ്ങളൊക്കെ പൊട്ടട്ടെ. അവരുടെ കൃഷിഫലങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അതുപോലെ സമൃദ്ധി ഉണ്ടാകട്ടെ, നന്മ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമോ നിറയ്ക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കണമേ. തലമുറകളെ അനുഗ്രഹിക്കും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് എക്സാം ആണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ വിജയം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ട് കർത്താവ് നിറയ്ക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവാൻ ദൈവമേ അവരുടെ കൂടെ തുണ നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉന്നത വിജയം ഉണ്ടാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആരോ ഇന്ന് ഇന്റർവ്യൂവിന് പോകുന്ന ഒരു വ്യക്തി എന്നെ കേൾക്കുന്നുണ്ട്. യേശുവിൻ നാമത്തിൽ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയാൽ നിറയ്ക്കുന്നതിനായി സ്തോത്രം. എല്ലാ നന്മകളാലും നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. സോ കർത്താവ് ഈ ദിവസം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ലെറ്റ് ജീസസ് ക്രൈസ്റ്റ് ബി ദ മാസ്റ്റർ ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ യേശു കർത്താവാണെങ്കിൽ, യേശുവിനാണ് പൂർണ്ണ കർത്തൃത്വമെങ്കിൽ, പിന്നെ പൈസ ഒന്നും അല്ല നമ്മുടെ വിഷയം. യേശുവാണ് നമ്മുടെ വിഷയം. അങ്ങനെയുള്ള വ്യക്തിയുടെ ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. എവരിത്തിങ് വിൽ സ്റ്റാർട്ട് ഫോളോയിങ് ഹിം. So God bless you. God bless you. Have a wonderful day and share the video also. Let it be a blessing to many people. എല്ലാ ഭാരവും ഒക്കെ അങ്ങോട്ട് ഇടുക കേട്ടോ. അതെല്ലാം അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ആ ദൈവത്തിന്റെ സമാധാനം ഇങ്ങോട്ട് വാങ്ങിക്കുക. അതെല്ലാം അങ്ങോട്ട് എന്തിനാ ചുമ്മിക്കൊണ്ട് നടക്കുന്നത്. God bless you. Have a wonderful day and be in the kingdom of God. അതാ ഏറ്റവും പ്രധാനം. Day and night 24/7 be in his kingdom. And you will enjoy every goodness in the kingdom. എല്ലാ നന്മയും ജീവിതത്തിലുണ്ടാവും. So God bless you. Have a wonderful day.